നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം. എന്തായാലും വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതക കേസിലെ തെളിവെടുപ്പ്, രണ്ടാം ഘട്ട തെളിവെടുപ്പിന് ഇന്ന് തുടക്കമായിരിക്കുകയാണ്. ഇന്നിപ്പോ കിളിമാനൂർ പോലീസ് പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങിയിട്ടുണ്ട്. അപ്പോ ഈ കിളിമാനൂരില് അതായത് ലത്തീഫ്, അതായത് അഫാന്റെ പിതാവ് അബ്ദുൾ റഹീമിന്റെ സഹോദരൻ ലത്തീഫും അദ്ദേഹത്തിന്റെ ഭാര്യയും കൊലപ്പെടുത്തിയ കേസിലാണ് പ്രതിയെ ഇപ്പോൾ കസ്റ്റഡിയിൽ വാങ്ങി തെളിവെടുപ്പ് നടക്കുന്നത്. ഇന്ന് ലത്തീഫിന്റെ വീട്ടിലാണ് തെളിവെടുപ്പ് നടന്നത്. ശരിക്കും അക്ഷരാർത്ഥത്തിൽ നമ്മൾ നടുങ്ങുന്ന രീതിയിലാണ് ഈ അഫാൻ ഓരോ കാര്യങ്ങളും പറയുന്നത്. അതായത് ഒരു 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 ഭാവമാറ്റവും ഇല്ലാതെ, ഒരു കൂസലും ഇല്ലാതെ ഞാൻ ഇങ്ങനെ ചെയ്തു എന്നൊക്കെ അങ്ങ് നിന്ന് വിവരിക്കുകയാണ് അല്ലെ. അപ്പൊ ഇന്ന് തെളിവെടുപ്പിനിടെ നമ്മൾ കണ്ട കാഴ്ചയും അതായിരുന്നു അല്ലെ. ശരിക്കും തീർച്ചയായും അതായത് ഈ തെളിവെടുപ്പിന് ഇന്ന് 3 മണിക്കൂർ കൊണ്ട് 8ഓളം സ്ഥലങ്ങളിലൊക്കെയാണ് തെളിവെടുപ്പ് പൂർത്തിയാക്കിയത്. അപ്പോ ഈ ലത്തീഫിന്റെ വീട്ടിലേക്ക് വന്നപ്പോൾ ശരിക്കും അക്ഷരാർത്ഥത്തിൽ പോലീസിനെ പോലെ നടക്കുന്ന രീതിയിലായിരുന്നു ഈ പ്രതി എന്താ പറയാ അഫാന്റെ പ്രതികരണം നടന്നത്. മനസാക്ഷി ഞെട്ടിക്കുന്ന ഒരു മറുപടി തന്നെ. അതായത് ഇക്കഴിഞ്ഞ ദിവസങ്ങളൊക്കെ തെളിവെടുപ്പ് നടത്തിയെങ്കിലും പ്രതി കാര്യങ്ങളൊക്കെ വിവരിച്ചെങ്കിലും ഇതൊക്കെ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് കുറച്ചുകൂടി പോലീസിനെ നടുക്കിയിരിക്കുകയാണ്. അതായത് ഈ ലത്തീഫിന്റെ ഭാര്യ സജിത ബീവി, ഈ സജിത ബീവിയെ എങ്ങനെ കൊലപ്പെടുത്തി എന്നാണ് പോലീസിനോട് വിവരിച്ചിരിക്കുന്നത്. അതായത് ഈ ലത്തീഫിനെ വീട്ടിലെത്തുന്നു, ലത്തീഫുമായിട്ട് വാക്കുതർക്കത്തിൽ ഏർപ്പെടുന്നു, ലത്തീഫിന്റെ ബാഗിലിരുന്ന ചുറ്റിക എടുത്ത് തലക്കടിച്ച് വീഴ്ത്തുന്നു. അപ്പോ ഈ അഫാന്റെ ബാഗിലിരുന്ന അടിച്ചു വീഴ്ത്തുന്നു. അപ്പോ ഈ ശബ്ദം കേട്ടിട്ട് ഈ സജിത ബീവി അടുക്കളയിൽ നിന്ന് ഓടിയെത്തുകയാണ്. അപ്പോ ഈ ലത്തീഫിനെ ആക്രമിക്കുന്നത് കണ്ട് സജിത ബീവി പുറത്തേക്കുള്ള, അതായത് പുറത്തൊരു വഴിയുണ്ട്, ഡോറുണ്ട്, ആ ഡോർ വഴി രക്ഷപ്പെടാൻ ശ്രമിക്കുമ്പോ പിറകെ ഓടിച്ചില്ലാണ്. അപ്പൊ കൈക്ക് ആദ്യം ചുറ്റിക ഉപയോഗിച്ച് അടിക്കുമ്പോ തന്നെ ഇവൻ പറയുന്നുണ്ട് പിടഞ്ഞുകൊണ്ട് തന്റെ കൈകളിലേക്ക് വന്ന് സജിത ബീവി വീഴുകയാണ്. അപ്പൊ വീണ് സജിത ബീവിനെ വലിച്ചിഴച്ചുകൊണ്ട് അകത്തേക്ക് കൊണ്ടുപോകുന്നു, തന്റെ മടിയിൽ കിടത്തുന്നു. അതിനുശേഷം ഈ തല തറയിലേക്ക് എടുത്തു വെച്ചുകൊണ്ട് ചുറ്റിക ഉപയോഗിച്ച് അടിച്ചടിച്ച്, അതായത് ആ പിടച്ചിൽ കണ്ടുകൊണ്ട് വീണ്ടും വീണ്ടും മാരകമായി അടിച്ചടിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു എന്നാണ് പോലീസിന് മുന്നിൽ പറഞ്ഞിരിക്കുന്നത്. പക്ഷെ ഈ ആദ്യം പോലീസിന് മുന്നിൽ കൊടുത്ത മൊഴിയും പിന്നീട് തെളിവെടുപ്പിനിടെ പറഞ്ഞ ആ മൊഴിയും ഒക്കെ തമ്മിൽ ചെറിയ വൈരുദ്ധ്യമുണ്ട്. അപ്പൊ പോലീസ് ഇപ്പൊ പറയുന്നത് പ്രതിയെ കൂടുതൽ ചോദ്യം ചെയ്യേണ്ടത് ആവശ്യമാണ്. അതായത് അത്രയ്ക്ക് ഭയങ്കരമായ ഒരു ഭീതി നമ്മൾ ജനിപ്പിക്കുന്ന രീതിയിലാണ് പ്രതി ഒരു കൂസലുമില്ലാതെ യാതൊരു തരത്തിലുള്ള ഒരു റിയാക്ഷനും മുഖത്ത് പോലും കാണിക്കാതെ അവിടെ നിന്ന് പ്രതികരിച്ചത്. ഇവരെ കൊലപ്പെടുത്തിയതിനു ശേഷം ഈ ലത്തീഫിന്റെ വീട്ടിലെ ഡോറിന്റെ കീ, പിന്നെ കാറിന്റെ കീ, പിന്നെ മൊബൈൽ ഫോണൊക്കെ എടുത്തുകൊണ്ടാണ് പ്രതി ഇറങ്ങുന്നത്. അപ്പോൾ തുടർച്ചയായിട്ട് ഈ മൊബൈലിലേക്ക് ഒരു കോള് വരുന്നതുകൊണ്ട് ഈ അഫാന് ഭയങ്കരമായിട്ട് അരോചകമായി തോന്നി. അങ്ങനെ ഈ അയലത്തുള്ള വീട്ടിലേക്ക് ഈ മൊബൈൽ ഫോണും ഈ വീടിന്റെ കീയും മറ്റും ഒക്കെ എടുത്ത് വലിച്ചെറിയേണ്ട ഒരു സ്ഥിതി കുഴിയിലേക്ക് എറിയേണ്ട ഒരു അവസ്ഥ വന്നു. പിന്നീട് ഇത് കണ്ടെത്താൻ വേണ്ടി ബോംബ് സ്ക്വാഡിനെ അടക്കം ഇന്ന് തെളിവെടുപ്പ് എത്തിച്ചിരുന്നു. അതിനുശേഷം ഈ മൊബൈൽ ഫോണും ഈ പറഞ്ഞ കീയും മറ്റും കണ്ടെത്തിയതിനു ശേഷമാണ് ഈ വീടിനുള്ളിലേക്ക് പ്രതിയെ എത്തിച്ചത്. താൻ കാരണം ഒരു കൃത്യം നടന്ന ഒരു വീട് തന്നെ പോലും ഭയപ്പെടുത്തുന്നില്ല ഒന്നും എന്നുള്ള രീതിക്കുള്ള ഒരു പ്രതികരണം അവിടെ നിന്ന് പ്രതി പോലീസിനോട് നടത്തിയിരിക്കുകയാണ്. അതായത് അവിടുത്തെ അന്തരീക്ഷം പോലും അഫാനെ ബാധിക്കുന്നില്ല. താൻ അന്ന് കൃത്യം നടത്തിയതിനു ശേഷം ഇറങ്ങിയ വീട് തിരിച്ച് ആ വീട്ടിലേക്ക് എത്തുമ്പോൾ ഒരു തരത്തിലും ഒന്നും അഫാനെ ബാധിക്കുന്നില്ല. അത് ആ സംസാരത്തിൽ നിന്ന് പോലെ നമുക്ക് വ്യക്തമാണ്. പ്രതി വിവരിക്കുകയാണ് താൻ എങ്ങനെയാണ് അത്ര മൃഗീയമായിട്ട് തന്റെ എന്താ പറയാ ഉപ്പാടെ സഹോദരന്റെ ഭാര്യനെ കൊലപ്പെടുത്തിയെന്നുള്ളത്. ഈ ലത്തീഫിനെ കൊലപ്പെടുത്താനുള്ള കാരണമൊക്കെ പോലീസിനോട് വിശദീകരിച്ചതാണ്. എന്തൊക്കെയാണ് അതിലെ വിശദീകരണം? ശരിക്കും ലത്തീഫിനെ പറ്റി അഫാൻ തുടക്കം മുതൽ പറയുന്നത്, അദ്ദേഹം ഈ മനുഷ്യൻ, ഈ ലത്തീഫ് ഈ വീട്ടിലെ എല്ലാ കാര്യങ്ങളും ഇടപെടുന്ന ഒരു വ്യക്തിയായിരുന്നു. അപ്പോ 2-3 കാര്യങ്ങൾ. ഒന്ന്, ഈ സൽമ ബീവിയോട് ഈ അഫാൻ എപ്പോഴും പണവും സ്വർണ്ണമൊക്കെ ചോദിക്കുമ്പോൾ ഈ ലത്തീഫ് തടയിട്ടിരുന്നത് അത് കൊടുക്കരുത്, കാരണം അബ്ദുൾ റഹീം അന്യനാട്ടിൽ കിടന്ന് കഷ്ടപ്പെടുകയാണ്. അപ്പൊ ഇവരിവിടെ ഈ ആർഭാട ജീവിതം, അതായത് ഇവരെന്ന് പറഞ്ഞാൽ അഫാൻ ഇവിടെ ആർഭാട ജീവിതം നയിക്കുകയാണ്. അപ്പൊ ഈ ഒരു സാഹചര്യത്തിൽ അവന് പണം കൊടുക്കരുത് എന്ന് ലത്തീഫ് പലതവണ സൽമാ ബീവിയോട് പറഞ്ഞിട്ടുണ്ട്. ഇതൊരു വൈരാഗ്യമായി. പിന്നെ രണ്ടാമത്തെ വൈരാഗ്യം എന്ന് പറയുന്നത്, ഈ ചിട്ടി നടത്തിയല്ലോ, ഷെമി ഒരുപാട് ചിട്ടി നടത്തിയപ്പോ ഇതിലൊരു 80,000 രൂപ എന്തോ ചിട്ടി വീണു ഇവർക്ക്. ഇതില് ലത്തീഫിന്റെ ഭാര്യ ഷാഹിദയും ഈ ചിട്ടി ചേർന്നിരുന്നു. അപ്പൊ ഇവർക്ക് ചിട്ടി വീണു. പക്ഷെ
ഇവര് പൈസ കൊടുത്തില്ല. അപ്പൊ ഈ പൈസ തുടരെ തുടരെ ചോദിച്ചുകൊണ്ടിരുന്നു. അതൊരു ദേഷ്യമായിട്ട് മാറി. ഈ ഇവർക്ക് ഈ 80,000 രൂപ കൊടുക്കുന്നില്ല, പകരം ഈ കൊടുക്കാതെ ഇവര് ഒളിച്ചു നടക്കുന്നതിനോടൊപ്പം തന്നെ ഇതിനിടയിൽ അഫാൻ എന്ത് ചെയ്യുന്നു, ഒരു ആഡംബര ബൈക്ക് വാങ്ങുന്നു, വണ്ടി വാങ്ങുന്നു. അവരുടെ ആവശ്യമൊക്കെ ഒരു സൈഡിൽ കൂടി എല്ലാം നടന്നു പോകുന്നു. പക്ഷെ ഇവർക്ക് കിട്ടാനുള്ള പണം കിട്ടുന്നില്ല. അപ്പൊ സ്വാഭാവികമായിട്ട് അവർ ചോദിക്കുമല്ലോ. അപ്പൊ അതും അവന് വലിയ വൈരാഗ്യമായിട്ട് മാറി. മാത്രമല്ല, ഇങ്ങനെ ആഡംബര ജീവിതം നയിച്ച നീ നാശത്തിലേക്കാണ് നിന്റെ പോക്കെന്ന രീതിയിൽ ലത്തീഫിന്റെ ഉപദേശം, അതും അഫാന് വലിയ രീതിയിലുള്ള ഒരു പകയായിട്ട് മാറി. മാത്രമല്ല, പരിഹാസം. അതായത് ഇവര് ഈ ഒരു കടം അല്ലെങ്കിൽ ഇത്തരത്തിൽ സാമ്പത്തിക പ്രതിസന്ധിയൊക്കെ ഈ ലത്തീഫ് പരിഹസിച്ചിരുന്നുവെന്നും അഫാൻ പറയുന്നുണ്ട്. അപ്പോ ഇതൊക്കെയാണ് അഫാന് ഈ ലത്തീഫിനെ കൊലപ്പെടുത്തുന്നതിന് ഒരു ഫർസാനയുമായിട്ടുള്ള ബന്ധത്തിലും. അതെ, ഫർസാനയായിട്ട് ഒരു രഹസ്യമായിട്ടുള്ള സാധാരണ രീതിയിലൊക്കെ വീട്ടിലൊക്കെ ഒളിപ്പിച്ച് വെച്ചല്ലേ പ്രേമിക്കുക. അപ്പോ അങ്ങനെ ഒരു ബന്ധമായിരുന്നു. പക്ഷെ ഈ ലത്തീഫാണ് ഇത് അറിഞ്ഞിട്ട് വീട്ടിൽ അവതരിപ്പിച്ചത്, വീട്ടിൽ പറഞ്ഞത്. അപ്പൊ ഇത് ഒരു വൈരാഗ്യമായിട്ട് മാറി എന്നാണ് പറയുന്നത്. മാത്രമല്ല, ഇന്ന് നമ്മൾ രാവിലെ മുതൽ ആ വാർത്തകളിലൊക്കെ ആ വിഷ്വൽസ്, അതായത് ഈ തെളിവെടുപ്പിന്റെ വിഷ്വൽസ് കാണുന്നുണ്ട്. ശരിക്കും അവൻ പറയുന്ന ഓരോ കാര്യങ്ങൾ കേൾക്കുമ്പോൾ നമ്മുടെയൊക്കെ ദേഹം തരിച്ചു കയറുകയാണ്. ഇത്രയും ക്രൂരമായിട്ടാണോ നീ കൊലപ്പെടുത്തിയത് എന്ന് നമ്മൾ ചിന്തിച്ചു പോവുകയാണ്. അല്ലെങ്കിൽ ഒരു മനുഷ്യൻ ഇത്രയും ക്രൂരമായിട്ടാണോ മരിച്ചത് എന്നൊരു ചിന്ത നമുക്ക് വരികയാണ്. പക്ഷെ എപ്പോഴും പറയുന്നല്ലോ, അഫാന് യാതൊരു ഭാവമാറ്റവും ഇല്ല. സ്വന്തം പോട്ടെ പറയുന്നില്ല, അതിലേക്ക് വീണ്ടും കടക്കുന്നില്ല. അതല്ല, ഈ ലത്തീഫിനെ കൊലപ്പെടുത്തിയ ശേഷം മൃതദേഹത്തിന് അരികിൽ നിന്ന് സിഗരറ്റ് വലിച്ചു തീർത്തതിന് ശേഷമാണ് ഈ പറഞ്ഞ കണക്ക് മദ്യപിക്കാനായിട്ട് പോകുന്നത്. അപ്പൊ അവിടെ ഇതിനു മുമ്പ് തന്നെ മുളകുപൊടിയൊക്കെ കയ്യിൽ കരുതിയിട്ടുണ്ടായിരുന്നു. അതായത് ആരെങ്കിലും രക്ഷപ്പെടുത്താനോ ആക്രമിക്കാനോ മുതിർന്നു കഴിഞ്ഞാൽ അവർക്കെതിരെ പ്രയോഗിക്കാനുമായിട്ട്. ലത്തീഫ് എന്ന് പറയുന്ന ഇതൊരു റിട്ടയർഡ് CRPF ഓഫീസർ ആയിരുന്നു. അപ്പൊ അത്രയും നല്ലൊരു ഉദ്യോഗസ്ഥനായിരുന്നു. അപ്പോ ഒരു നല്ലൊരു ഒരു കാര്യസ്ഥൻ എന്ന രീതിയിലുള്ള റോളൊക്കെ ആയിരിക്കും അദ്ദേഹം വഹിച്ചിരുന്നത്. അപ്പോ അതെ, ഈ വീടും പറമ്പും ഒക്കെ വിറ്റ് ആ കടം തീർക്കണം എന്നൊക്കെ ലത്തീഫ് ആവശ്യപ്പെട്ടിരുന്നു അല്ലെ. അപ്പൊ ഇതൊക്കെ പ്രതിക്ക് ഭയങ്കര പ്രകോപനമായി. അപ്പോ എത്ര പ്രകോപനം എന്ന് പറഞ്ഞാൽ പോലും ഒരു കൊലപാതകം നടത്താൻ വളരെയധികം ഈസി ആയിട്ടുള്ള ഒരു മെത്തേഡ് തിരഞ്ഞെടുത്തു. അതായത് ഈ ചുറ്റിക ഉപയോഗിച്ച് അടിച്ചു കഴിഞ്ഞാൽ കൊല്ലപ്പെടും എന്നുള്ള ഉദ്ദേശം പ്രതിക്ക് നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. അപ്പൊ അത് ഉപയോഗിച്ചുകൊണ്ട് വളരെ നിസ്സാരമായിട്ട് തന്റെ അടുത്ത് എത്ര പേര് വന്നാലും തനിക്ക് അവരൊക്കെ കൊലപ്പെടുത്താൻ കഴിയും എന്നുള്ള ഒരു മെത്തേഡിലേക്ക് പ്രതി ആ സമയം പോയിരുന്നു. അത് തന്നെയാണ് അവിടെ പ്രാവർത്തികമാക്കിയതും. ഇനിയിപ്പോ ആരൊക്കെ രക്ഷപ്പെടുത്താൻ വന്നാലും ആർക്കും സാധിക്കില്ല എന്നുള്ള ഒരു തരത്തിലേക്ക് അഫാൻ അത്രയും ക്രിമിനൽ മൈൻഡോട് കൂടി, പുറത്ത് അഫാന്റെ നിഷ്കളങ്കമായ മുഖമാണെങ്കിലും ഉള്ളിൽ അതേ ക്രൂരമായ, നമുക്ക് പോലും തിരിച്ചറിയാൻ കഴിയാത്ത ഒരു പ്രതിയെ ഒളിപ്പിച്ചുകൊണ്ടാണ് അഫാൻ അവിടെ കഴിഞ്ഞു പോയത്. അതായത് ആ വീട്ടിലേക്ക് കയറി ചെല്ലാൻ അഫാൻ എപ്പോ വേണമെങ്കിലും കയറി ചെല്ലാം, അത്രത്തോളം സ്വാതന്ത്ര്യം ആ വീട്ടിലുണ്ടായിരുന്നു. അഫാന്റെ ഈ പറഞ്ഞ ലത്തീഫിന്റെ കുലത്തിൽ 11 ആൺമക്കളാണ്. അതിൽ ഏറ്റവും ഇളയതാണ് ഈ പറയുന്ന റഹീം. റഹീമിന്റെ പുത്രനാണ് അഫാൻ. അപ്പൊ അത്രത്തോളം സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു. അപ്പൊ ഒരു ഉമ്മയുടെ അതേ കരുതൽ തന്നെയായിരുന്നു ഈ പറയുന്ന സജിത ബീവി അവന് കൊടുത്തിരുന്നത്. അപ്പൊ അത്രത്തോളം ഇവിടെ ഏറ്റവും ശ്രദ്ധേയമായിട്ട് കാര്യം, ഈ ലത്തീഫിനെ കൊലപ്പെടുത്താനുള്ള കാരണം അഫാൻ അക്കമിട്ട് നിരത്തുന്നുണ്ട്. പക്ഷെ അതിലൊരു കാരണം പോലും, അല്ലെങ്കിൽ ഒരു തരി ദേഷ്യം പോലും സജിത എന്ന് പറയുന്ന വ്യക്തിയോട് അഫാൻ ഇല്ലായിരുന്നു. പക്ഷെ ആ ഒരു സമയത്ത് അവരവിടെ ഉണ്ടായിപ്പോയി എന്നതാണ് അവരുടെ ജീവൻ നഷ്ടമാകാൻ കാരണമായത്. അതായത് ഇവൻ അവരോട് യാതൊരു പ്രതികാരം, ഒരു വാക്ക് പോലും അവർക്കെതിരെ പറഞ്ഞിട്ടില്ല. പക്ഷെ ആ ഒരു സമയത്ത് അല്ലെ അവര് മകനെ പോലെയാണ് ഈ ഒരു 23 വയസ്സുകാരൻ അവരെ കരുതിയിരുന്നത്. പക്ഷെ ഒരു ദേഷ്യം പോലും ഇല്ലാത്ത ഒരു സ്ത്രീ എന്തിനാണ് അവൻ ഇത്രയും ക്രൂരമായിട്ട് ഉപദ്രവിച്ചത്? പക്ഷെ അവൻ പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, അവരുടെ ആ പിടച്ചിൽ കണ്ടപ്പോഴാണ് അവൻ അതിക്രൂരമായിട്ട് കൊലപ്പെടുത്തിയത്. അപ്പൊ എത്രത്തോളം ക്രിമിനൽ മൈൻഡാണ് അവന്റെ നമുക്ക് നോക്കണം. ആ പിടച്ചിൽ, അത് സ്വന്തം സഹോദരൻ പോലും ആ പിടയുന്നത് കണ്ട് അവന് ഒരു കുലുക്കം, അവനൊരു സങ്കടവും ഇല്ലെന്നാ പറയുന്നത്. അനിയൻ, അതായത് എന്തായാലും ഉമ്മ മരിച്ചു, ഇനി താനെ മരിക്കും, അപ്പം അനിയൻ ഒറ്റയ്ക്കാകുമെന്ന് കരുതിയിട്ട് അനിയനെ കൊലപ്പെടുത്തുന്നു. അനിയൻ മരിച്ചതിൽ തനിക്ക് സങ്കടമൊന്നും ഇല്ലെന്നാണ് ഈ അഫാൻ പറഞ്ഞിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ്. അപ്പോ എനിക്ക് ഒരു കല്ലാങ്കുറ്റി പോലെ നിൽക്കുകയാണ് അവൻ അഫാൻ. ഈ തെളിവെടുപ്പിനൊക്കെ കൊണ്ടുവരുമ്പോ ഒരു മാനസികമായിട്ടുള്ള ഒരു ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ ഒരു ഉള്ളിലൊരു ഒന്നും കാണുന്നില്ല. കല്ലാങ്കുറ്റി പോലെ നിന്ന് എല്ലാം അങ്ങ് വിവരിക്കുകയാണ്. അതെ, അവന് യാതൊരു തരത്തിലുള്ള ഒരു പശ്ചാത്താപം ഇല്ല.
എത്ര ക്രൂരകൃത്യങ്ങൾ ചെയ്താലും ഒരു പ്രതിയില് ഒരു ടൈം കഴിയുമ്പോൾ ഒരു പശ്ചാത്താപം കാണും. പക്ഷെ അതൊന്നും ഇവന് ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം അത്തരത്തില് അതായത് ഓരോ തെളിവെടുപ്പിന് കൊണ്ടുപോകും ഓരോ രീതിക്ക് പോലീസിനെ ഞെട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താണ് ആ ഒരു വ്യക്തിയുടെ ഒരു എന്താ പറയാ ആ ഒരു രീതി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. ജയിലിൽ പോലും കഴിയുമ്പോൾ തന്റെ ഡിമാൻഡുകൾ വെക്കുന്നു. തെളിവെടുപ്പിന് കൊണ്ടുപോകുമ്പോൾ പോലും ഞാൻ അങ്ങനെയല്ല, ഞാൻ ഇങ്ങനെയാണ് ചെയ്തത്, ഇങ്ങനെയൊക്കെയാണ് കൊലപ്പെടുത്തിയതെന്ന് എന്താ പറയാ ഒരു കൂസലും ഇല്ലാതെ തുറന്നടിക്കുകയാണ്. അപ്പോ അത്രത്തോളം പൈശാചിക മൃഗീയമായിട്ടൊക്കെയാണ് ആ ഒരു എന്താ പറയാ അവർ പറയുന്ന വാക്കുകളിൽ പോലും നമുക്ക് അത്രത്തോളം ഭീകരത തെളിവാകുന്നുവെങ്കിൽ ആ സമയങ്ങളിൽ ആ വീടുകളിൽ നിറഞ്ഞു നിന്ന ഭീകര അന്തരീക്ഷം എന്തൊക്കെയാണെന്ന് നമുക്ക് മനസ്സിലാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. അതായത് 23 ഞങ്ങളുടെ കാലം ആകുമെന്ന് അവരാരും കരുതുന്നില്ല അല്ലെ. എന്നിട്ട് ഈ പല വീടുകളിലായി തലക്കടിച്ച് കൊലപ്പെടുത്തിയവരുടെ വിവരം പുറംലോകം അറിയണം. ആ പുറംലോകത്തെ അറിയിക്കാനായിട്ടാണ് ഈ അഫാൻ സ്റ്റേഷനിലേക്ക് വന്ന് കീഴടങ്ങുന്നത്. അപ്പോ എന്താ പറയാ തന്നെ നാലാൾ അറിയേണ്ടത് ഇങ്ങനെയാണ് എന്നൊരു ബോധം ഉൾബോധത്തില് അങ്ങ് പോവുകയാണ് സ്റ്റേഷനിലേക്ക്. എന്നിട്ട് 20 രൂപയുടെ ഒരു എലിവിഷവും വാങ്ങി കഴിച്ചു. അതും മദ്യത്തില് കലർത്തിക്കൊണ്ട് കഴിച്ചിട്ട് ചെല്ലുകയാണ്. എന്നിട്ട് അവിടെ ചെന്നിട്ടും തന്റേതായിട്ടുള്ള ആഡംബരം അവിടെ കാണിക്കണം. അപ്പൊ ഇതാവുമ്പോ കടക്കാര് തനിക്ക് അരികിൽ വരില്ല, കടം കൊടുക്കേണ്ടവർക്ക് പൈസ തിരികെ കൊടുക്കേണ്ട ആവശ്യമില്ല. ഇവര് കടം കൊടുക്കാനുള്ളവരൊക്കെ ആകെ പെട്ടിരിക്കുകയായിരുന്നു അല്ലെ. തീർച്ചയായും ആ പണം കിട്ടാനുള്ളവരൊക്കെ എന്ത് ചെയ്യുനി അല്ലേ. പിന്നെ ഇന്ന് ഏറ്റവും നിർണായകമായത് ആ ഫോൺ കണ്ടെത്തിയത്, ലത്തീഫിന്റെ ഫോൺ കണ്ടെത്തിയിട്ടുണ്ട്. അതായത് അപ്പോ ആ ഫോൺ പരിശോധിക്കുമ്പോൾ തീർച്ചയായിട്ടും കൂടുതൽ വിവരങ്ങൾ അറിയാൻ കഴിയും തോന്നുന്നു. അതായത് ആരാണ് വിളിച്ചത്, അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ ഫോണിൽ എന്തെങ്കിലുമൊക്കെ തെളിവുണ്ടാകും. അത് മാത്രമല്ല ഈ താക്കോല് കണ്ടെത്തിയത് ഇന്ന് വളരെ നിർണായകമായിട്ട് മാറിയിരിക്കുകയാണല്ലേ. പിന്നെ വേറെ പല ഇവൻ ഈ ചുറ്റികയും അതുപോലെ തന്നെ ഈ മുളക് പൊടിയൊക്കെ കൊണ്ടുവന്നൊരു ബാഗ് ഉണ്ട്. ആ ബാഗ് വാങ്ങിയ കടയിൽ ഇവനുമായിട്ട് ഇന്ന് തെളിവെടുപ്പ് നടത്തിയിട്ടുണ്ട് അല്ലേ. പിന്നെ ഇത് കൂടാതെ ഉമ്മയുടെ കുറച്ച് സംഭവങ്ങളും കൂടെ പുറത്തു വന്നിട്ടുണ്ട്. അതെ. ഉമ്മ കഴിഞ്ഞ ദിവസം ഇപ്പോ ഘട്ടം ഘട്ടമായിട്ട് ഓരോരുത്തരെ മരണവിവരം അറിയിക്കാന്നായിരുന്നു. ഇപ്പൊ ഉമ്മയുടെ ഒരു ആരോഗ്യസ്ഥിതിയൊക്കെ വളരെ നന്നായിട്ടുണ്ട്. ICUവിലായിരുന്നു ഇത്രയും കാലം. അവരെ റൂമിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോ ആദ്യം അഫ്സാന്റെ മരണവിവരം മാത്രമേ പറഞ്ഞിരുന്നുള്ളൂ. അപ്പോൾ തന്നെ ആരോഗ്യനില വഷളായിരുന്നു, എനിക്ക് മരിക്കണം എന്ന രീതിയിലൊക്കെ പ്രതികരിച്ചിരുന്നു. ഇപ്പൊ കഴിഞ്ഞ ദിവസം ബാക്കിയുള്ളവരുടെ മരണവിവരം കൂടി അറിയിച്ചിട്ടുണ്ട്. പക്ഷെ അത് അഫാൻ കൊലപ്പെടുത്തിയതാണോ എന്ന രീതിയിലാണോ പറഞ്ഞത്, അപകടത്തിൽ പെട്ടു എന്നുള്ള രീതിക്ക് പറഞ്ഞിട്ടുള്ളത് ആണല്ലേ. അപ്പൊ എന്തായാലും ബാക്കിയുള്ളവരുടെ മരണവിവരം, അതായത് സൽമ ബീവിയുടെയും അതുപോലെ തന്നെ ലത്തീഫിന്റെ ഭാര്യയുടെയും ഫർസാനയുടെയും മരണവിവരവും കൂടി ഈ ഉമ്മ അറിഞ്ഞിട്ടുണ്ട്. ഉമ്മയോട് 5 പേരുടെയും മരണവിവരം അറിഞ്ഞിട്ടുണ്ട്. അപ്പോ എല്ലാരും ഈ മരണവിവരമൊക്കെ ഉമ്മ അറിഞ്ഞിട്ടുണ്ട്. അപ്പോ ഈ ഉമ്മ ആവശ്യപ്പെടുന്നത് ഇപ്പോ എനിക്ക് അഫാനെ കാണണമെന്നൊരു ആവശ്യം ഉമ്മ മുന്നോട്ട് വെക്കുന്നുണ്ട്. അപ്പോ അല്ലെ, അങ്ങനെ ഒരു ആവശ്യം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു അഫാനാണ് കൊലപ്പെടുത്തിയത് എന്ന് അറിഞ്ഞിട്ടില്ല. ചിലപ്പോ രക്ഷപ്പെട്ടത് തന്റെ മകൻ മാത്രമാണല്ലോ, അപ്പോ അവനെ കാണണം എന്നുള്ള ഒരു ആഗ്രഹത്തോടുകൂടി ആ ഉമ്മ പങ്കുവെച്ചതായിരിക്കും. അതെ. അപ്പൊ അഫാനെ കാണണമെന്നൊരു ആഗ്രഹം പ്രകടിപ്പിച്ചിട്ടുണ്ട്. അപ്പോ ഈ ഒരു ഇപ്പോ റൂമിലേക്ക് മാറ്റിയിട്ടുണ്ടല്ലോ, അപ്പോ വാർത്ത കാണൂ, അങ്ങനത്തെ ഒരു സാഹചര്യം ഉണ്ടാകാതിരിക്കട്ടെ അല്ലെ. ഈ വിവരങ്ങളൊക്കെ ഇങ്ങനെ അറിയുമ്പോ അല്ല, ഇതിപ്പോ ഇവര് എന്താ പറയാ അങ്ങനെ അറിയിക്കും എന്ന് തോന്നില്ല. കാരണം ഉമ്മയുടെ ആരോഗ്യസ്ഥിതി കുറച്ച് പരിഗണിച്ച് മാത്രമേ ഓരോരോ ഘട്ടങ്ങളിലായിട്ട് കാര്യങ്ങൾ പറയൂ. കാരണം അവർ അർബുദം ബാധിച്ച സ്ത്രീയാണ്. ഈ മകന്റെ ആക്രമണത്തില് വളരെ ശാരീരിക അവശതകൾ നേരിടുകയാണ്. അപ്പോൾ ഒറ്റയടിക്ക് പറഞ്ഞു തീർക്കാൻ പറ്റുന്ന കാര്യമല്ല. അത്രത്തോളം ക്രൂരതയും പൈശാചികതയും നിറഞ്ഞ അന്തരീക്ഷമാണ് അവിടെ ഉള്ളത്. അഫാനെ കാണണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ അപകടങ്ങളിലൊക്കെ നിന്ന് അഫാൻ രക്ഷപ്പെട്ടിട്ടുണ്ട്. അത് കാരണം മകനെയെങ്കിലും കാണണം എന്നുള്ള ആഗ്രഹത്തോടു കൂടി, അവന്റെ അവസ്ഥ ഇപ്പൊ എന്തായിരിക്കും, അവനെ കാണണം എന്നുള്ള ആഗ്രഹത്തോടു കൂടിയായിരിക്കും ഷെമി അങ്ങനെ ഒരു ആവശ്യം മുന്നോട്ട് വെച്ചിരിക്കുന്നത്. അപ്പൊ ഇനി അതിന് അവരെ ഇങ്ങനെ ആ ഒരു കടമ്പ ഇങ്ങനെ എങ്ങനെ കിടക്കുക. അഫാനെ കാണണം എന്ന് പറയുമ്പോ ആ ഉമ്മയോട് എന്തായിരിക്കും ചുറ്റുള്ളവർ പറയാൻ പോകും. അതൊക്കെ വലിയൊരു ആശങ്കാപരമായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. അതെ, അവിടെ ആശുപത്രിയിലായിരുന്നപ്പോൾ തന്നെ പലപ്പോഴായിട്ട് ഇളയ മകനെ കാണണം എന്ന് പറഞ്ഞിട്ട് വരുന്നവരോടും ഡോക്ടർമാരോടും ഒക്കെ ആ ഉമ്മ ആവശ്യപ്പെട്ടുകൊണ്ടേ ഇരിക്കുകയായിരുന്നു. ഏറ്റവും ഒടുവിലായാണ് ഇങ്ങനെയാണ് മകൻ മരിച്ചു എന്നുള്ളൊരു വേദന അവര് പങ്കുവെച്ചത്. അപ്പോൾ തന്നെ പലപ്പോഴായിട്ട് പൊട്ടിക്കരയുകയായിരുന്നു. തന്റെ വേദനകൾ മറന്ന് ആ ഒരു എന്താ പറയാ മകനില്ല എന്നുള്ളൊരു ചിന്തയില് എന്തൊക്കെ തരത്തിൽ ആ ഉമ്മ ചിന്തിച്ചു കൂട്ടിയിട്ടുണ്ട്. അതായത് തനിക്ക് ആത്മഹത്യ ചെയ്യണം എന്ന് വരെ പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ അത്രത്തോളം ആ വേദന ആ ഉമ്മ നേരിടുന്നുണ്ട്. പക്ഷെ എങ്കിൽ പോലും ഈ ഉമ്മയും മകനും കൂടി വർത്തിച്ചു വെച്ച ആ ഒരു കടം, ആ ഒരു സാമ്പത്തിക ബാധ്യത കാരണം ആ കുടുംബത്തിൽ പൊലിഞ്ഞത് 5 ജീവനാണ്.
ഒരു തരത്തിലും പൊലിയേണ്ടിയില്ലായിരുന്ന ആ 5 ജീവനാണ് അവിടെ ഇല്ലാതായത്. ഭാര്യ ഫർസാന ഇവരൊക്കെ അതെ, എന്ത് തരത്തിലാണ് അവരെന്ത് ചെയ്തിട്ടാണ് അവരുടെ ജീവൻ നഷ്ടമായതെന്നുള്ളൊരു ചോദ്യം അപ്പോഴും അവശേഷിക്കുകയാണ്. ചെയ്തവരൊക്കെ ജീവനോടെയും ഒരു കുറ്റവും ചെയ്യാത്ത മനുഷ്യർ കൊല്ലപ്പെടുകയും ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ ചെന്നിരിക്കുന്നത്. ഏറ്റവും ഒടുവിലായിട്ട് റഹീമിനോടും ഷെമിയോടുമുള്ള പക അഫാൻ പറഞ്ഞു കഴിഞ്ഞു. അതായത് റഹീമിന് വീട് കിട്ടരുത് എന്നുള്ളൊരു അവസ്ഥ ഓർത്തിട്ടാണ് ഈ പറഞ്ഞ ഗ്യാസ് തുറന്നു വിട്ടതെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ പലതരത്തിൽ നമുക്ക് ചിന്തിക്കാൻ കഴിയാത്ത ആ ഒരു പല തലങ്ങളിലേക്കും അഫാൻ ചിന്തിച്ചു കഴിഞ്ഞു. ഈ പ്രതി ഇനി അടുത്ത കാര്യങ്ങളിൽ എങ്ങനെയായിരിക്കും പ്രതികരിക്കുക, അല്ലെങ്കിൽ അവ എന്തായിരിക്കും ഇനി ചെയ്യുക എന്നൊക്കെയുള്ളത് ശരിക്കും പറഞ്ഞാൽ അതൊരു ചോദ്യമാണ്. ഇനിയിപ്പോ പോലീസിന് അറിയേണ്ടത് ഇവന്റെ സാമ്പത്തിക ഇടപാടുകൾ, ആരോടൊക്കെയാണ് സാമ്പത്തിക ഇടപാടുകൾ നടത്തിയിട്ടുള്ളത്. ഇതിൽ ഇവർക്ക് കടം 70 ലക്ഷത്തോളം അടുപ്പിച്ച് പോലീസ് സ്ഥിരീകരിച്ചിട്ടുണ്ട് എങ്കിലും പലതും ഇനിയും വ്യക്തമാകാനുണ്ട്. ഏകദേശം അന്നത്തെ ദിവസം 4 പേരുടെ കടങ്ങളാണ് അഫാൻ തീർത്തത്. ഉമ്മുമ്മയുടെ സ്വർണം പണയം വെച്ച് 4 പേരുടെ കടം, അന്നത്തെ ദിവസം ആവശ്യപ്പെട്ട 4 പേരുടെ കടമാണ് തീർത്തത്. അപ്പോ ഇതൊക്കെ ഇനി കുറച്ചുകൂടെ കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പുറത്തു വരേണ്ടിയിരിക്കുന്നു. മാത്രമല്ല ഈ അഫാനെ ഓരോ കേസിലും, അതിപ്പോ 3 കേസുകളാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അപ്പൊ ഓരോ കേസിലും കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യുമ്പോൾ പറഞ്ഞതിലും വിപരീതമായിട്ടുള്ള മൊഴികളായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളൊക്കെ പുറത്തു വന്നത്. പക്ഷെ ഈ ലത്തീഫിന്റെ കാര്യത്തിൽ ഈ പറഞ്ഞതിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ്. പക്ഷേ ഈ കൊലപാതക രീതികളിൽ കുറച്ച് വൈരുദ്ധ്യം പോലീസിന് തോന്നിയിട്ടുണ്ട്. അത് അവർ ആ തെളിവെടുപ്പിനിടെ തന്നെ പറയുന്നുമുണ്ട്. അപ്പൊ അതിലാണ് ഇവർക്ക് കുറച്ചുകൂടെ കാര്യങ്ങൾ വ്യക്തത വരേണ്ടത്. അപ്പൊ സാജിദയെ കൊലപ്പെടുത്തിയ രീതിയിൽ കുറച്ച് അവ്യക്തത നിലനിൽക്കുകയാണ്. അപ്പൊ അതിൽ കുറച്ചുകൂടെ വ്യക്തത വരാൻ വേണ്ടിയിട്ട് ചോദ്യം ചെയ്യുമെന്നാണ് പോലീസ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. അപ്പോ ഇനി നേരത്തെ പറഞ്ഞിരുന്നത് ഈ ലത്തീഫിനെ ഉപദ്രവിക്കുന്നത് കണ്ടിട്ട് അങ്ങോട്ട് ഓടി വന്നപ്പോ കൊലപ്പെടുത്തി എന്നാണ് അല്ലേ? അതെ. അപ്പൊ ഇത് പറയുന്നത് വെളിയിലോട്ട് ഓടി, അടുക്കളയിലോട്ട് ഓടി തിരിച്ചു ഓടുകയായിരുന്നു, അപ്പൊ പിന്നാലെ പോയി ഉപദ്രവിച്ചു എന്നാണ് ഇപ്പൊ പറയുന്നത്. പലതരത്തിലുള്ള വൈരുദ്ധ്യങ്ങൾ അതിൽ നിലനിൽക്കുന്നുണ്ട്. അപ്പൊ ഇതിലൊക്കെ കാര്യങ്ങൾ വ്യക്തത വരണം. പിന്നെ അന്വേഷണം വേഗം പൂർത്തിയാക്കി കുറ്റപത്രം സമർപ്പിക്കാനൊക്കെയാണ് പോലീസ് നീക്കം നടത്തുന്നത്. ഇനി വെഞ്ഞാറമൂട് പോലീസ് പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങിക്കേണ്ടതായിട്ടുണ്ട്, ചോദ്യം ചെയ്യേണ്ടതായിട്ടുണ്ട്. ഫർസാനയുടെയും അഫ്സാന്റെയും ഒരു കൊലപാതകവുമായി ബന്ധപ്പെട്ടിട്ട്. അപ്പോ തെളിവെടുപ്പും ഈ ഒരു കസ്റ്റഡി വാങ്ങലും ഒക്കെ തുടർന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കൂടുതൽ വിവരങ്ങൾ അക്ഷരാർത്ഥത്തിൽ കേരളക്കരെ ഒന്നാകെ നടുക്കിയ ഈ ഒരു കൊലപാതകവുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ ഓരോ ദിവസം പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ പ്രതിക്ക് ഇപ്പോഴും ഒരു മനസ്താപവും ഇല്ല, കുറ്റബോധവും ഇല്ലാതെ പ്രതി ഇപ്പോഴും ആ ഒരു അവസ്ഥയിൽ തന്നെ ഇരിക്കുകയാണ്. ഒരു ഞെട്ടലും അല്ലെ ഈ സംഭവങ്ങളൊക്കെ കേൾക്കുമ്പോൾ ഞെട്ടലും നടുക്കവും ഒക്കെ നമുക്കാണ് അല്ലെ, അത് ചുറ്റുമുള്ളവർക്കുമാണ് ആ ഒരു നടുക്കമൊക്കെ. പ്രതി കല്ലാങ്കുറ്റി പോലെ തന്നെ യാതൊരു മനസ്താപവും ഇല്ലാതെ ആയിരിക്കുന്നു എന്ന് തന്നെയാണ് ഓരോ ദിവസം പോകുന്നതോറും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും പുതിയ വിവരങ്ങളൊക്കെ നമുക്ക് വരും മണിക്കൂറുകളിൽ ലഭ്യമാകും, അതനുസരിച്ച് നമുക്ക് അറിയിക്കാം.